പ്രിയമുള്ളവരെ, നിങ്ങൾ എത്രത്തോളം ശക്തരാണെന്ന് നിങ്ങൾക്കറിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ ജീവിതത്തിലെ ചില ഏരിയകൾ നോക്കിയിട്ട് ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പറയും, ഞാൻ ഈ ഏരിയയിൽ കുറച്ച് വീക്കാണ്, എന്നാൽ മറ്റേ കാര്യം ഞാൻ നന്നായിട്ട് ചെയ്യും. ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യും, പക്ഷേ മാത്സ് എനിക്ക് വഴങ്ങില്ല. ഞാനൊരു ചടങ്ങിൻ്റെ പിന്നണിയിൽ ഏത് കാര്യവും ഭംഗിയായിട്ട് ചെയ്യും, എന്നാൽ സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാനോ എനിക്ക് കഴിയില്ല. കാരണം ഞാനൊരു സ്റ്റേജിൻ്റെ ആളല്ല, ഒരു പിന്നണി പ്രവർത്തകനാണ്. ബിസിനസ് എനിക്ക് പറ്റിയ പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഓഫീസിലെ വർക്കുകൾ ഞാൻ നന്നായിട്ട് ചെയ്യും, പക്ഷേ സെയിൽസ് എനിക്ക് പറ്റില്ല. ചിലരൊക്കെ കുറച്ചുകൂടി താഴ്ന്നിട്ട് പറയും, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊന്നും വിചാരിച്ചാൽ അധികം വളരാൻ കഴിയില്ല, നമുക്കൊക്കെ ഒരു പരിമിതിയുണ്ട്, നമ്മളൊന്നും വിചാരിച്ചാൽ വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സത്യമായി വരുന്നത്. അക്ഷരാർത്ഥത്തിൽ അതാണ് സത്യം. നിങ്ങൾക്കൊരു കാര്യം കഴിയില്ല, നിങ്ങൾക്കത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് കിട്ടാതെ പോകുന്നത്. നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്കത് നന്നായി എഴുതാൻ കഴിയുമെന്നും മികച്ച വിജയം നേടാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ആ എക്സാം എഴുതുന്ന മറ്റുള്ള ഒരുപാട് പേരെക്കാൾ നിങ്ങൾ ബഹുദൂരം മുന്നിലെത്തിയിരിക്കും. അത്രത്തോളം ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാലും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും അത് രണ്ടും സത്യമാണ് എന്ന് ഒരിക്കൽ ഹെൻറി ഫോർഡ് പറഞ്ഞത് ഇതിനോട് ചേർത്ത് വയ്ക്കാം. ഇവിടെ സംഭവിക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ തുടർന്നുള്ള പ്രവർത്തികളെല്ലാം തന്നെ അക്കാര്യം നേടാൻ ആവശ്യമായ തരത്തിൽ കോർഡിനേറ്റ് ചെയ്യും. അതേസമയം നമ്മളൊരു കാര്യം നേടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല. മേൽപ്പറഞ്ഞ സിസ്റ്റം മുഴുവൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഒരു മനുഷ്യൻ പവർഫുൾ ആകുന്നത് അയാളുടെ ബ്രെയിനും നെർവസ് സിസ്റ്റവും സബ് കോൺഷ്യസ് മൈൻഡും അടങ്ങുന്ന ആ ഒരു സിസ്റ്റം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. ഒരൊറ്റ പോയിന്റിലാണ് ആ ഒരു ഒരുമിപ്പ് നടക്കുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം, ബോധമനസ്സിലുള്ള വിശ്വാസം. സാധാരണ ഈ വിശ്വാസം എന്ന വാക്കിനെ വളരെ നിസ്സാരവൽക്കരിച്ചും ഇകഴ്ത്തിയുമൊക്കെയാണ് ചിലരൊക്കെ പറഞ്ഞു കാണാറുള്ളത്. ഇപ്പം മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ കണക്ട് ചെയ്ത് വളരെ ദുർബലരായ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ചിന്താരീതി എന്നുള്ള രീതിയിലാണ് വളരെ പരിഹാസ്യമായി വിശ്വാസി കൂട്ടങ്ങൾ എന്നൊക്കെ കളിയാക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല അതിനെ കാണാനുള്ളത്. മനുഷ്യർ വിശ്വസിക്കുന്നത് സൃഷ്ടിക്കാൻ തക്ക വിധം അവരുടെ ഉള്ളിൽ ഭയാനകമാം വിധം പവർഫുള്ളാണ്. ചിലർ എനിക്കത് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചതിൻ്റെ ഫലമാണ് ലോകത്ത് നമ്മൾ ഈ കാണുന്ന മുന്നേറ്റങ്ങളെല്ലാം. അല്ലാതെ ഒന്നും യാദൃശ്ചികമായി രൂപപ്പെട്ടതല്ല. എന്നാൽ വിശ്വാസത്തെ വിഷ്ഫുൾ തിങ്കിങ്ങുമായി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം വേണമെന്നുള്ളപ്പോൾ നോക്കട്ടെ, നടക്കുമായിരിക്കും, നടന്നാൽ നല്ലതല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നതാണ് വിഷ്ഫുൾ തിങ്കിങ്. അതായത് സാധാരണ ഒരു ആഗ്രഹത്തോടെയുള്ള ഒരു ചിന്ത. എന്നാൽ ഒരു കാര്യം ഞാൻ നേടിയെടുത്തിരിക്കും, എനിക്കത് കിട്ടിയിരിക്കുമെന്ന് മനസ്സിൽ ഉറച്ച് ചിന്തിക്കുമ്പോൾ അത് ശക്തമായ വിശ്വാസമായി. അങ്ങനെയുള്ള ശക്തമായ വിശ്വാസം ഒരാളെ ഒരു ആവറേജും ബിലോ ആവറേജും മൈൻഡ് സെറ്റുള്ള മഹാഭൂരിപക്ഷം മനുഷ്യരിൽ നിന്ന് മാറ്റി ടോപ്പ് മൈൻഡ് സെറ്റുള്ള വളരെ ചുരുക്കം ആളുകളുടെ കൂട്ടത്തിലേക്ക് ആക്കുന്നു. കാരണം ലോകം കോൺഫിഡൻസ് ഉള്ള ആളുകളെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് നിങ്ങൾ പ്രകടിപ്പിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളിലും നിങ്ങളുടെ ആശയത്തിലും പൂർണ്ണമായ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള വിശ്വാസം ആ ബിസിനസ്സിൽ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ നിക്ഷേപിക്കുവാനുള്ള അനുയോജ്യമായ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങളിലേക്ക് സ്വാഭാവികമായും ആകർഷിപ്പിക്കും. അവിടെയാണ് ഇത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ആ കോൺഫിഡൻസ് നിങ്ങൾ പറയാതെ തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡിന് ബോധ്യപ്പെടും. കോൺഫിഡൻസ് ഉള്ള ആളുകളുടെ റിലേഷൻഷിപ്പും മികച്ചതായിരിക്കും. ആത്മവിശ്വാസമുള്ള ആളുകളുടെ തണലും സംരക്ഷണവും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. അതുപോലെ തന്നെയാണ് നമ്മൾ ആത്മവിശ്വാസത്തെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള കാര്യത്തെയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഡിസ്ബിലീഫ്, വിശ്വാസമില്ലായ്മ, വിജയിക്കുമോ എന്ന സംശയം. അതിനോടനുബന്ധിച്ച് ഇനി പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ജീവിതത്തിലൊരു കാര്യം നേടാൻ ആഗ്രഹിച്ചിട്ട്
അത് നടക്കുമോ, അത് വിജയിക്കുമോ എന്ന് സംശയിക്കുന്നത് നമ്മൾ സാധാരണ കരുതുന്നത് പോലെ അത്ര നിരുപദ്രവകരമായ ഒരു ചിന്തയല്ല. മറിച്ച് അത് തോൽവി ആകർഷിപ്പിക്കുന്ന നിശബ്ദമായ ഒരു ശക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ബോധമനസ്സിനെയാണ് ഉപബോധ മനസ്സ് അനുസരിക്കുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് പരാജയപ്പെടുമോ എന്ന് സംശയിക്കുമ്പോൾ ആ ചിന്തകളെ സാധൂകരിക്കാനുള്ള വഴികൾ ഉപബോധ മനസ്സ് സ്വാഭാവികമായും നോക്കും. ഫെയിലാകാനുള്ള ആക്ഷനുകൾ നമ്മൾ അറിയാതെ നമ്മൾ എടുക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മറ്റുള്ളവരെയും സ്വാധീനിച്ച് അത് ഫെയിൽ ആകുവാൻ തക്ക വിധമുള്ള ബ്ലോക്കുകൾ സൃഷ്ടിക്കും. അവസാനം റിസൾട്ട് വന്ന് തോക്കുകയാണെങ്കിൽ നമ്മൾ പഴിക്കുന്നത് ആ ബ്ലോക്കുകൾക്ക് നിമിത്തമായ മറ്റുള്ളവരെ ആയിരിക്കും. നമ്മൾ തിരിച്ചറിയുന്നില്ല ആ ബ്ലോക്കുകൾക്ക് യഥാർത്ഥ കാരണം നമ്മുടെ തന്നെ ആ റിസൾട്ടിനെ കുറിച്ചുള്ള അവിശ്വാസത്തോടെ അല്ലെങ്കിൽ സംശയത്തോടെയുള്ള ചിന്തകളാണെന്നുള്ളത്. ഓർക്കുക, ബോധമനസ്സ് പറയുന്നത് ഉപബോധ മനസ്സ് അനുസരിക്കും. നമ്മൾ മനസ്സുകൊണ്ട് പരാജയപ്പെടുമോ എന്ന് സംശയിക്കുമ്പോൾ ആ സംശയത്തെ പ്രൂവ് ചെയ്യാൻ സബ് കോൺഷ്യസ് മൈൻഡ് നോക്കും. നമ്മൾ വിജയിക്കുമെന്ന് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നടപ്പിലാക്കി തരാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളെ കൊണ്ടും വളരെ യാദൃച്ഛികമെന്ന് തോന്നുന്ന വിധത്തിൽ മറ്റുള്ളവരെ കൊണ്ടും ആ വിജയത്തിന് അനുകൂലമായ ആക്ഷനുകൾ എടുപ്പിക്കും. വിജയം നമുക്ക് അനുകൂലമാക്കി മാറ്റും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഈ ഒരു മാന്ത്രികമായ ശക്തി മനസ്സിലാക്കി നമ്മുടെ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിക്കുമ്പോഴും പരിപൂർണമായി വിശ്വസിക്കാൻ തക്കവിധം മനസ്സിനെ വിശ്വസിപ്പിച്ച് ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ കരുതിക്കൂട്ടി ശ്രമിക്കണം, പരിശീലിപ്പിച്ചിരിക്കണം. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.